മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബാങ്കിങ് ആണ്. നമുക്ക് നോക്കാം. യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ഡെപ്പോസിറ്റ് ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഷാഡോ ബാങ്കിങ്, വെർച്വൽ ബാങ്കിങ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ബാങ്കിങ്ങിന്റെ ടൈപ്സ്. യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ഡെപ്പോസിറ്റ് ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഷാഡോ ബാങ്കിങ്, വിർച്വൽ ബാങ്കിങ്. നമുക്ക് ആദ്യത്തെ നോക്കാം. യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിന്റെ മറ്റൊരു പേര് ലോക്കലൈസ്ഡ് ബാങ്കിങ്. Unit banking is a banking system where banking operations are carried through a single office situated at a particular place. ഒരു സിംഗിൾ ഓഫീസ് ആയിരിക്കും യൂണിറ്റ് ബാങ്കിൽ ഉണ്ടാവുക. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു സിംഗിൾ ഓഫീസ് വഴിയായിരിക്കും ബാങ്കിങ് ഓപ്പറേഷൻസ് ഇവർ നടത്തുന്നത്. അതാണ് യൂണിറ്റ് ബാങ്കിങ്. This type of banks do not maintain any other branches. യൂണിറ്റ് ബാങ്കിന് മറ്റു ബ്രാഞ്ചുകളൊന്നും ഉണ്ടാവില്ല. ഒരു സിംഗിൾ ഓഫീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. The area of operation of unit banking is limited. യൂണിറ്റ് ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിട്ട് വരുന്നത് ലിമിറ്റഡ് ആയിരിക്കും. യൂണിറ്റ് ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ്. യൂണിറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ദിസ് സിസ്റ്റം ഈസ് പോപ്പുലർ ഇൻ USA. USA കൂടുതലായിട്ടും ഉള്ളത്. ദിസ് സിസ്റ്റം ഈസ് പോപ്പുലർ ഇൻ USA. നമുക്ക് നെക്സ്റ്റ് ബാങ്ക് നോക്കാം. ബ്രാഞ്ച് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിന്റെ മറ്റൊരു പേരാണ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിന്റെ മറ്റൊരു പേര് ലോക്കലൈസ്ഡ്. ബ്രാഞ്ച് ബാങ്കിന്റെ പേര് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. അണ്ടർ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ദ ബാങ്കിങ് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിൽ ബാങ്കിങ് ബിസിനസ് നടത്തുന്നത് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് വഴിയായിരിക്കും. കൂടുതൽ ബ്രാഞ്ചസ് അവർക്ക് ഉണ്ടാകും. The bank will have a head office and the business of each branch will be regulated by head office. ബാങ്കിന് ഒരു ഹെഡ് ഓഫീസും കുറെ ബ്രാഞ്ചസും ഉണ്ടാവും. ബ്രാഞ്ച് റെഗുലേറ്റ് ചെയ്യണത് ഹെഡ് ഓഫീസ് ആയിരിക്കും. ബ്രാഞ്ച് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. The area of operation of branch banking is unlimited. ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അൺലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച യൂണിറ്റ് ബാങ്കിങ്ങിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആയിരിക്കും. ബ്രാഞ്ച് ബാങ്കിന്റെ അൺലിമിറ്റഡ് ആയിരിക്കും. ദ ഹെഡ് ഓഫീസ് വിൽ കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ അതർ ബ്രാഞ്ചസ്. ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചസിന്റെ ആക്ടിവിറ്റീസ് മൊത്തം കൺട്രോൾ ചെയ്യുക. ദ അഫയേഴ്സ് ഓഫ് ഈച്ച് ബ്രാഞ്ച് ആർ മാനേജ്ഡ് ബൈ എ മാനേജർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡയറക്ഷൻസ് ഗിവൺ ബൈ ദ ഹെഡ് ഓഫീസ്. ഓരോ ബ്രാഞ്ചിന്റെയും കാര്യങ്ങൾ മാനേജ് ചെയ്യണത് മാനേജർ ആയിരിക്കും. അതിന് ഡയറക്ഷൻസ് കൊടുക്കുന്നത് ഹെഡ് ഓഫീസുമായിരിക്കും. ഒരു ഹെഡ് ഓഫീസും കൂടുതലും ബ്രാഞ്ചസ് ആയിരിക്കും ബ്രാഞ്ച് ബാങ്കിങ്ങിൽ വരിക. ബ്രാഞ്ച് ബാങ്കിങ് പോപ്പുലർ ഇൻ ഇന്ത്യ, ബ്രിട്ടൻ ആൻഡ് ചൈന. ഇന്ത്യയും ബ്രിട്ടനും ചൈനയൊക്കെയാണ് ബ്രാഞ്ച് ബാങ്കിങ് ഫോളോ ചെയ്യുന്നത്. എന്താണ് ബ്രാഞ്ച് ബാങ്കിങ്? ബ്രാഞ്ച് ബാങ്കിന്റെ മറ്റൊരു പേര് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. ഒരു ഹെഡ് ഓഫീസും നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. The bank will have a head office and the business of each branch will be regulated by the head office. Delocalized banking എന്നാണ് വിളിക്കുക. ഏരിയ ഓഫ് ഓപ്പറേഷൻ അൺലിമിറ്റഡ് ആയിരിക്കും. ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചുകളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക. ബ്രാഞ്ച് ബാങ്കിങ് പോപ്പുലർ ആയിട്ടുള്ളത് ഇന്ത്യ, ബ്രിട്ടൻ ആൻഡ് ചൈന. നമുക്ക് നെക്സ്റ്റ് ബാങ്കിങ് നോക്കാം. ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ് It is a system where two or more banking companies are controlled by single management. രണ്ടോ അതിലധികമോ ബാങ്കിങ് കമ്പനീസ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും സിംഗിൾ മാനേജ്മെന്റ് ആയിരിക്കും. അതാണ് ചെയിൻ ബാങ്കിങ്. ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ ടു ഓർ മോർ ബാങ്കിങ് കമ്പനീസ് ആർ കൺട്രോൾഡ് ബൈ സിംഗിൾ മാനേജ്മെന്റ്. ദ ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് ആൻ ഇംപ്രൂവ്ഡ് ഫോം ഓഫ് ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ്ങിന്റെ ഇംപ്രൂവ്ഡ് ഫോം ആണ് ഗ്രൂപ്പ് ബാങ്കിങ്. ചെയിൻ ബാങ്കിങ് സിസ്റ്റം ഈസ് പോപ്പുലർ ഇൻ USA. ചെയിൻ ബാങ്കിങ് ഫോളോ ചെയ്യുന്നത് USA-ലാണ്. ഇപ്പൊ യൂണിറ്റ് ബാങ്കിങ്ങും USA-ലാണ്, ചെയിൻ ബാങ്കിങ്ങും USA-ലാണ്. നെക്സ്റ്റ് നോക്കാം. ഗ്രൂപ്പ് ബാങ്കിങ്.
It is a system where a group of banks separately incorporated were under the control of a holding company. ഇവിടെ വരുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് ആയിരിക്കും, ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലായിരിക്കും ഇവരൊക്കെ പ്രവർത്തിക്കുക. ഇറ്റ് ഇസ് എ സിസ്റ്റം വേർ എ ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോൾഡിംഗ് കമ്പനി. ദ ഹോൾഡിംഗ് കമ്പനി ഈസ് കോൾഡ് പാരന്റ് കമ്പനി. ഈ ഹോൾഡിംഗ് കമ്പനിയിൽ വിളിക്കുന്ന പേരാണ് പാരന്റ് കമ്പനി. The banks under the parent company are called subsidiary company. പാരന്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ബാങ്ക്സിനെ വിളിക്കുന്നതാണ് സബ്സിഡിയറി കമ്പനി. ഇറ്റ് ഈസ് വെരി പോപ്പുലർ ഇൻ USA. ഇപ്പൊ ഗ്രൂപ്പ് ബാങ്കിങ് ഫോളോ ചെയ്യുന്നത് USA-ലാണ്. അപ്പൊ യൂണിറ്റ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് USA. അപ്പൊ നമുക്ക് കോഡ് ഇടാം UGC USA. യു എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ബാങ്കിങ്, ജി ഗ്രൂപ്പ് ബാങ്കിങ്, സി ചെയിൻ ബാങ്കിങ്. ഇവരെല്ലാം ഫോളോ ചെയ്യുന്നത് USA. നെക്സ്റ്റ് ആണ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗർ ബാങ്ക്സ് ബൈ എ സിസ്റ്റം ഈസ് കോൾഡ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്ക് ബിഗർ ബാങ്കുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. അതിനെ വിളിക്കുന്നതാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. ഇപ്പൊ യൂണിറ്റ് ബാങ്കിങ്ങിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ബിഗർ ബാങ്ക് വഴി ചെയ്യാൻ പറ്റും മറ്റു സ്ഥലങ്ങളിൽ. കറസ്പോണ്ടന്റ് ബാങ്കിങ് സിസ്റ്റം ഈസ് പ്രിവെയിൽഡ് ഇൻ USA. കറസ്പോണ്ടന്റ് ബാങ്കിങ് ഫോളോ ചെയ്യുന്നത് USA-ലാണ്. അപ്പൊ നമുക്ക് നേരത്തെ 2C ഇതിൽ കൊടുക്കാം, UGC USA. As the unit banks have no branches, they do their banking operation in important places through correspondent banks. അതെയല്ലേ, യൂണിറ്റ് ബാങ്കിന് ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ബാങ്കിങ് ഓപ്പറേഷൻ മറ്റു സ്ഥലങ്ങളിൽ നടത്തണമെങ്കിൽ അവർ കറസ്പോണ്ടന്റ് ബാങ്ക്സിനെയാണ് ആശ്രയിക്കുന്നത്. അതിനെയാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗർ ബാങ്ക്സ് ബൈ എ സിസ്റ്റം ഈസ് കോൾഡ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. നെക്സ്റ്റ് ആണ് ഡെപ്പോസിറ്റ് ബാങ്കിങ്. It is a system where banks received deposit from the public which are repayable on demand and lend them for short period. ഡെപ്പോസിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ നിന്നായിരിക്കും ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക. അത് ഇവർ ആവശ്യപ്പെടുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കുകയും വേണം, ഷോർട്ട് പീരിയഡിലോട്ട് ലെൻഡ് ചെയ്യുകയും ചെയ്യും. അതാണ് ഡെപ്പോസിറ്റ് ബാങ്ക്. ഡെപ്പോസിറ്റ് ബാങ്ക് ഷോർട്ട് പീരിയഡിലോട്ട് ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. ഇറ്റ് ഈസ് എ സിസ്റ്റം വേർ ബാങ്ക്സ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ലോങ് പീരിയഡ് ആൻഡ് ലെൻഡ് ദം ഫോർ ലോങ് പീരിയഡ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ലോങ് പീരിയഡിലോട്ടായിരിക്കും ലെൻഡ് ചെയ്യുകയും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഡെപ്പോസിറ്റ് ബാങ്കിങ് ഷോർട്ട് പീരിയഡിലോട്ടാണ് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ മറ്റൊരു പേര് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. നമുക്ക് നെക്സ്റ്റ് ബാങ്ക് നോക്കാം, മിക്സ്ഡ് ബാങ്കിങ്. ഇൻ ദിസ് സിസ്റ്റം ബാങ്ക് പ്രൊവൈഡ്സ് ബോത്ത് ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് ലോങ് ടൈം ലോൺസ്. മിക്സ്ഡ് ബാങ്കിങ്ങിൽ ഷോർട്ട് ടൈമും ലോങ് ടൈമും ആയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ദിസ് സിസ്റ്റം വെരി പോപ്പുലർ ഇൻ ജർമ്മനി. മിക്സ്ഡ് ബാങ്ക് പോപ്പുലർ ആയിട്ടുള്ളത് ജർമ്മനിയിലാണ്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. Mixed banking is the combination of deposit or commercial banking with industrial or investment banking. മിക്സ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിന്റെയും ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതായത് ഷോർട്ട് ടൈം ലോങ് ടൈം ലോൺ ആയിരിക്കും മിക്സ്ഡ് ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. ദിസ് സിസ്റ്റം വെരി പോപ്പുലർ ഇൻ ജർമ്മനി. മിക്സ്ഡ് ബാങ്കിങ് പോപ്പുലർ ആയിട്ടുള്ളത് ജർമ്മനിയിലാണ്. നെക്സ്റ്റ് ബാങ്കിങ് ആണ് ഷാഡോ ബാങ്കിങ്. The type of banking carried out by the non-bank financial intermediaries. ഷാഡോ ബാങ്ക് നടത്തുന്നത് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിരിക്കും, which provide services similar to the traditional commercial banks is known as shadow banking. അതായത് ട്രഡീഷണൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷാഡോ ബാങ്കിങ്. The type of banking carried out by the non-bank financial intermediaries which provide services similar to the traditional commercial bank. അതിനെയാണ് ഷാഡോ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ബാങ്കിങ് ആണ് വെർച്വൽ ബാങ്കിങ്. വെർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ദ ബാങ്കിങ് വേർ ഓൾ ബാങ്കിങ് ഓപ്പറേഷൻസ് ആർ ഓൺലൈൻ
നോൺ ആസ് വെർച്വൽ ബാങ്കിങ്. ഓൺലൈൻ വഴി എല്ലാ ബാങ്കിങ് ഓപ്പറേഷൻ നടത്തുന്നതിനെയാണ് വെർച്വൽ ബാങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത് എന്തൊക്കെയാണ് നോക്കിയത്? യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിന്റെ മറ്റൊരു പേര് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിന്റെ മറ്റൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. പിന്നെ നോക്കിയത് ചെയിൻ ബാങ്കിങ്. ഒരു സിംഗിൾ മാനേജ്മെന്റിന്റെ കൺട്രോളിലായിരിക്കും ചെയിൻ ബാങ്കിങ് വരുന്നത്. ചെയിൻ ബാങ്കിങ് പോപ്പുലർ ആയിട്ടുള്ളത് USA-ലാണ്. നെക്സ്റ്റ് ബാങ്കിങ് ഗ്രൂപ്പ് ബാങ്കിങ്. ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലായിരിക്കും ഗ്രൂപ്പ് ബാങ്കിങ് വരുന്നത്. അത് ഹോൾഡിംഗ് കമ്പനിയുടെ പാരന്റ് കമ്പനിയെന്നും ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ബാങ്ക്സിനെ സബ്സിഡിയറി കമ്പനീസ് എന്ന് പറയും. ഇത് കോഡ് UGC USA ആണ്. അതായത് യൂണിറ്റ് ബാങ്കിങ്ങും ഗ്രൂപ്പ് ബാങ്കിങ്ങും ചെയിൻ ബാങ്കിങ്ങും ഫോളോ ചെയ്യുന്നത് USA ആണ്. പിന്നെ നോക്കിയതാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. അതായത് യൂണിറ്റ് ബാങ്ക്സ് ലിങ്ക്ഡ് വിത്ത് ബിഗ്ഗർ ബാങ്ക്സ് എന്നാണ് പറയുന്നത്. കറസ്പോണ്ടന്റ് ബാങ്കിങ് വഴി യൂണിറ്റ് ബാങ്ക്സ് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യും. നെക്സ്റ്റ് ഡെപ്പോസിറ്റ് ബാങ്കിങ്. ഡെപ്പോസിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിലോട്ടായിരിക്കും അവർ ലോൺ കൊടുക്കുകയും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന്റെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് ലോങ് പീരീഡിലോട്ടായിരിക്കും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ പറഞ്ഞതാണ് മിക്സ്ഡ് ബാങ്കിങ്. അത് ഷോർട്ട് ടേമും ലോങ് ടേം ലോണുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡെപ്പോസിറ്റ് ബാങ്കിന്റെയും ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് മിക്സ്ഡ് ബാങ്കിങ്. മിക്സ്ഡ് ബാങ്കിങ് പോപ്പുലർ ആയിട്ടുള്ളത് ജർമ്മനിയിലാണ്. നെക്സ്റ്റ് ആണ് ഷാഡോ ബാങ്കിങ്. ഷാഡോ ബാങ്കിങ് ചെയ്യുന്നത് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആണ്. സാധാരണ നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ സർവീസ് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ലാസ്റ്റ് നോക്കിയതാണ് വെർച്വൽ ബാങ്കിങ്. ഓൺലൈൻ വഴി ബാങ്കിങ് ഓപ്പറേഷൻ നടത്തുന്നതിനാണ് വെർച്വൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.